ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു തണ്ടർ കിച്ചൺ റെസിപ്പീസ്. ഇന്ന് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഫിഷ് ഫ്രൈയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യുന്നത്. ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ ആണിത്. ഇത് മുളക് പൊടിയൊന്നും ചേർക്കാതെ പച്ച നിറത്തിലുള്ള മസാലയാണ് ഇതിന് റെഡിയാക്കി എടുത്തിട്ട് ചെയ്യുന്നത്. വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ളൊരു ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് വേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ എരിവിനുള്ള പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പുതിനയില കുറച്ച് വേണം. പിന്നെ അതിൻ്റെ ഇരട്ടിയോളം തന്നെ മല്ലിയില വേണം. 1 ടീസ്പൂൺ കസൂരി മെത്തി വേണം. ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ആക്കിയിട്ടാണ് പേസ്റ്റ് ആക്കി എടുക്കുന്നത്. അപ്പം നമുക്കിതെല്ലാം ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. പുതിനയില, അതുപോലെ മല്ലിയില, കറിവേപ്പില, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ ഒന്ന് ചെറുതാക്കി കഷ്ണങ്ങളാക്കി ചേർക്കുക. അപ്പോൾ പെട്ടെന്ന് അരിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഇതുപോലെ സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. ഇഞ്ചിയും ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഇതിലേക്ക് ചേർത്തത്. പച്ചമുളക് ഇതുപോലെ ഒന്ന് ഒടിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി ചേർക്കുക. പിന്നെ ഇതിലേക്ക് ഉലുവച്ചീര ചേർക്കുക. അതിനുശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ് ചേർക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മീൻ കഷ്ണങ്ങളിൽ പുരട്ടി കൊടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. അപ്പോൾ നമുക്കിത് മാരിനേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4 പീസ് ഫിഷാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ നന്നായിട്ട് രാഗി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ അരച്ച മസാല ഇതിനെ പുറത്തേക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഈ കഷ്ണങ്ങളുടെ എല്ലാ ഭാഗത്തും പറ്റണം. ബാക്കിയുള്ള മസാല നമ്മൾക്ക് ഫ്രിഡ്ജിൽ ചെറിയ പാത്രത്തിലാക്കി വെച്ചാൽ നമുക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ അത് എടുക്കാവുന്നതാണ്. ഫ്രീസറിൽ വെച്ചാൽ കുറച്ച് ദിവസം ചീത്താവാതിരിക്കും. അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് ഈ രാഗി വെച്ചതിൻ്റെ ഇടയിലോട്ടൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. എല്ലാ ഭാഗത്തും ഈ മസാല പുരളത്തക്ക വിധം നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഗ്രീൻ മസാലയൊക്കെ നന്നായിട്ട് ഈ മീൻ കഷ്ണങ്ങളിൽ പുരട്ടി വെച്ചിട്ടുണ്ട്. ഇനി 1 മണിക്കൂർ റെസ്റ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കി വരുന്ന മസാല നമുക്ക് ഇതുപോലെ ചെറിയ പാത്രത്തിലാക്കിയിട്ട് ഫ്രീസറിൽ സൂക്ഷിക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്കിത് 1 മണിക്കൂറിന് ശേഷം പാൻ ചൂടാക്കി എണ്ണ ഒഴിച്ച് നന്നായിട്ട് ചൂടാകുമ്പോഴേക്കും മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നല്ല ചൂടെണ്ണയിലേക്കാണ് നമ്മൾ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കേണ്ടത്. മീൻ കഷ്ണങ്ങളെല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് മീഡിയം ഹീറ്റിലോട്ട് മാറ്റിയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. 2-3 മിനിറ്റ് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഇത് നന്നായിട്ട് മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വയ്ക്കരുത്. ഇത് ലോ ഹീറ്റിൽ ഇരുന്ന് ഈ മസാലയൊക്കെ മൊരിഞ്ഞ് കിട്ടുന്നതാണ് കൂടുതലും നല്ലത്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അല്ലെങ്കിൽ ഈ മസാലയൊക്കെ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത് മറിച്ചിട്ട് മറ്റേ ഭാഗവും ഇതുപോലെ മൊരിയുന്നത് വരെ ഫ്രൈ ചെയ്യുക. ലോ ഹീറ്റിൽ തന്നെ ഇനി ഫ്രൈ ചെയ്തെടുക്കുന്നതാണ് നല്ലത്. കവർ ചെയ്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് തുറന്ന് തന്നെ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഫിഷിൻ്റെ മറ്റേ സൈഡും നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. 2 പുറവും നല്ല ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഗ്രീൻ മസാല ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. വളരെ ഹെൽത്തിയുമാണ്. നമ്മൾ ഇതിൽ ഒത്തിരി ഇലകളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ മസാല ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് വളരെ ഹെൽത്തിയാണ്. നമ്മൾ റെഡ് ചില്ലി പൗഡറൊക്കെ ഉപയോഗിച്ച് മാരിനേറ്റ് ചെയ്യുന്നതിലും വളരെ ഹെൽത്തിയാണ് ഇങ്ങനെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വീണ്ടും അടുത്ത റെസിപ്പിയിൽ കാണാം. താങ്ക് യു.